ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞ് അവർ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചില്ല എന്ന് വരെ പറഞ്ഞു. അതിന് ജമാഅത്തെ ഇസ്ലാമി മാഷ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് മറുപടി വെക്കട്ടെ. വക്കീൽ നോട്ടീസ് അയച്ചാൽ വേറെ വക്കീലില്ല, വക്കീൽ മറുപടി പറയും. അല്ല അതിന് ഓക്കെ, അത് വക്കീൽ മറുപടി പറയട്ടെ. അതിന് രാഷ്ട്രീയമായ മറുപടിയോ? രാഷ്ട്രീയ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പഹൽഗാം ആക്രമണം നടന്നപ്പോൾ അതിനെതിരായിട്ട് പ്രതിഷേധിച്ച ആദ്യത്തെ ഏറ്റവും വലിയ ജനകീയ പ്രതിഷേധം രൂപപ്പെട്ടു വന്നത് കാശ്മീരിൽ തന്നെയാണ്. സർവകക്ഷി പ്രതിഷേധം. ആ പ്രതിഷേധത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നില്ല എന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോഴും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവരുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി അല്ലല്ലോ കാശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി. കാശ്മീരിലെ ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ്. രണ്ട് സംഘടനയാണല്ലോ. എല്ലാം പ്രത്യേകിച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. ലോകത്തെമ്പാടും ഇവരുടെ എല്ലാം പൊതു ഐക്യം. ഡിവൈഎഫ്ഐക്ക് കാശ്മീരിൽ പ്രത്യേക യൂണിറ്റ് ഉള്ളതുപോലെ ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് കാശ്മീരിൽ പ്രത്യേക ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ പക്ഷേ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം സാർവദേശീയ പ്രസ്ഥാനമാണ്, അഖിലേന്ത്യാ പ്രസ്ഥാനം. ഇന്ത്യയിലെ പ്രസ്ഥാനം ലോകത്തെമ്പാടും ഇസ്ലാമി ഉണ്ട്. എല്ലാവരുടെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ഇസ്ലാം രാഷ്ട്രമാവണം, ഇസ്ലാം ലോകമാവണം എന്നാണ്.